ഓ, ഇവിടെ ഇരിക്കായിരുന്നോ മാധവൻ ചന്ദ്രിക ദമ്പതികളുടെ മൂത്ത പുത്രൻ പ്രകാശൻ? തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ ചെലവ് നടത്തുന്നതിന്റെ കണക്കെഴുതാണോ? 10 മാസം ചുമന്നു പെറ്റ അമ്മയുടെ വയറ്റിന് എത്ര വിലയിട്ടിരിക്കുന്നെ? അല്ല, ഒന്നറിയാനുള്ള കൗതുകം കൊണ്ടാ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. പല കാര്യങ്ങളും മനസ്സിലാക്കരുതെന്ന് വിചാരിക്കുന്നവർക്ക് പലതും മനസ്സിലാവില്ല. നിന്റെ ഫിലോസഫി കേൾക്കാൻ പ്രകാശിനിപ്പോ സമയമില്ല. സമയമുള്ളപ്പോ ഞാൻ പറയാം. അപ്പ നീ വന്ന് പറഞ്ഞാ മതി. ചെല്. അച്ഛനും അമ്മയും വെട്ടിമാറ്റാൻ ആരാ നിങ്ങൾ ആൺമക്കൾക്ക് അധികാരം തന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ പുറകില് നീ ഉണ്ടാവും. മര്യാദക്കേ ഇവളെ വിളിച്ചോണ്ടുവോ, ഇല്ലെങ്കിലേ കൂടപ്പറപ്പാണെന്ന് ഞാൻ നോക്കില്ല. അടിച്ച് കരണം വിളിക്കും ഞാൻ. ആ, അതിനുള്ള ആണത്തെ എന്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിലേ അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടവള് ഇപ്പോ വെപ്പുപല്ലും വെച്ചോണ്ട് നടന്നേനെ. അമ്മയെ പൂട്ടിയിട്ടവള് കരുതി കാണും അമ്മയുടെ വയറ്റിൽ ജനിച്ചതെല്ലാം അവളുടെ ഭർത്താവിനെ പോലെ തന്നെ മോഴകളായിരിക്കും. ഇല്ല, ഇനി എന്റെ അച്ഛനും അമ്മയും ഒരു നോട്ടം കൊണ്ട് പോലും ഉപദ്രവിക്കാൻ നോക്കിയാ ദേ ഏട്ടനെന്നോ അനിയനെന്നോ നോക്കില്ല, കൊല്ലും ഞാൻ. എന്താ അവിടെ? മോളെ മോളെ എന്താ ഇതൊക്കെ? അമ്മേ, എന്താ മോളെ? അമ്മേ, മോളെ അമ്മേ. മോളെ, ഹരിത നിന്റെ ഭർത്താവിന്റെ സഹോദരിയാ. അത് മറക്കരുത്. അവളെ കുറ്റപ്പെടുത്തുമ്പോഴേ അത് ജഗന് നോവും. നീ അതെന്താ ആലോചിക്കാത്തത്? അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ വീണ്ടും വിചാരം പഠിപ്പിച്ച് വിടണം. വീണ്ടും വിചാരവും വിവേകബുദ്ധി ഇല്ലാത്തത് വന്ദനയ്ക്കല്ല, എന്റെ പെങ്ങൾക്കാ. കെട്ടിയവനത് പഠിപ്പിച്ചും കൊടുത്തില്ല. അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുത്തോളാം. മോനെ വേണ്ട. ഇപ്പൊ ഹരിതയെ വിളിക്കാൻ നിൽക്കണ്ട. മാനത്തെ കൊട്ടാരം